ഹായ് ഓൾ, PSC ടേണിംഗ് പോയിൻറ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ കറണ്ട് അഫയേഴ്സുമായി ബന്ധപ്പെട്ട ഒരു മോക്ക് ടെസ്റ്റാണ് ചെയ്യുന്നത്. PSC പരീക്ഷകളിലെ റാങ്ക് മേക്കർ എന്ന് തന്നെ പറയാവുന്ന ഒരു ഭാഗമാണ് കറണ്ട് അഫയേഴ്സ്. എല്ലാവരും വീഡിയോ പൂർണ്ണമായി കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോയിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം നോക്കാം. കേരളത്തിൽ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്ന ജില്ല? ഉത്തരം ഓപ്ഷൻ എ ആണ്, കോഴിക്കോട്. കോഴിക്കോട് ജില്ലയിലാണ് കേരളത്തിൽ ആദ്യ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത്. കേരളത്തിൽ ആദ്യത്തെ ഹിന്ദുസ്ഥാനി സംഗീത അക്കാദമി നിലവിൽ വരുന്നത് കോഴിക്കോട് ജില്ലയിലാണ്. രണ്ടാമത്തെ ചോദ്യം നോക്കാം. 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ലയണൽ മെസ്സി. ലയണൽ മെസ്സിക്കാണ് 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത്. 2023 മികച്ച ഫുട്ബോൾ താരത്തിനുള്ള ഫിഫ ദ ബെസ്റ്റ് പുരസ്കാരത്തിന് അർഹനായത് ലയണൽ മെസ്സിയാണ്. അടുത്ത ചോദ്യം നോക്കാം. പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി? ഉത്തരം ഓപ്ഷൻ എ ആണ്, തിരുവനന്തപുരം. തിരുവനന്തപുരം ജില്ലയാണ് പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി. പ്രഥമ ഗ്ലോബൽ സയൻസ് ഫെസ്റ്റിവലിൻ്റെ വേദി തിരുവനന്തപുരമാണ്. അടുത്ത ചോദ്യം നോക്കാം. സാമൂഹിക നീതി വകുപ്പിനു കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓർമ്മത്തോണി. അപ്പോൾ ഓർമ്മത്തോണി എന്ന പദ്ധതിയാണ് സാമൂഹ്യ നീതി വകുപ്പിനു കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതി. സാമൂഹിക നീതി വകുപ്പിനു കീഴിൽ കേരള സാമൂഹിക സുരക്ഷാ മിഷൻ്റെ നേതൃത്വത്തിൽ ആരംഭിക്കുന്ന ഡിമെൻഷ്യ സൗഹൃദ കേരളം പദ്ധതിയാണ് ഓർമ്മത്തോണി. അഞ്ചാമത്തെ ചോദ്യം നോക്കാം. ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് എവിടെ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, ചണ്ഡീഗഡ്. ചണ്ഡീഗഡിലാണ് ഇന്ത്യയിലെ ആദ്യ വ്യോമസേന പൈതൃക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ വ്യോമസേന പൈതൃക കേന്ദ്രം സ്ഥിതി ചെയ്യുന്നത് ചണ്ഡീഗഡിലാണ്. ആറാമത്തെ ചോദ്യം നോക്കാം. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം? ഉത്തരം ഓപ്ഷൻ സി ആണ്, PT ഉഷ. രാജ്യസഭ നിയന്ത്രിച്ച ആദ്യ നോമിനേറ്റഡ് അംഗം PT ഉഷയാണ്. PT ഉഷയാണ് രാജ്യസഭ നിയന്ത്രിച്ച ആദ്യത്തെ നോമിനേറ്റഡ് അംഗം. ഏഴാമത്തെ ചോദ്യം നോക്കാം. കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്? ഉത്തരം ഓപ്ഷൻ ബി ആണ്, സൂര്യാംശു. സൂര്യാംശു ആണ് കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്. കേരളത്തിലെ ആദ്യത്തെ സൗരോർജ വിനോദസഞ്ചാര ബോട്ട് സൂര്യാംശു ആണ്. സൂര്യാംശു ആണ് കേരളത്തിലെ ആദ്യ സൗരോർജ വിനോദസഞ്ചാര ബോട്ട്. അടുത്ത ചോദ്യം നോക്കാം. ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, ജീവി എന്നിവ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കാസർഗോഡ്. അപ്പോൾ കാസർഗോഡ് ജില്ലയാണ് ഇന്ത്യയിലെ ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, ജീവി എന്നിവ പ്രഖ്യാപിക്കുന്ന ആദ്യ ജില്ല. ഔദ്യോഗിക വൃക്ഷം, പുഷ്പം, പക്ഷി, ജീവി എന്നിവ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യ ജില്ല കാസർഗോഡാണ്. അടുത്ത ചോദ്യം നോക്കാം. PSLVയുടെ 60ാം ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ച തീയതി? ഉത്തരം ഓപ്ഷൻ സി ആണ്, 2024 ജനുവരി 1. 2024 ജനുവരി 1-ാം തീയതിയാണ് PSLVയുടെ 60ാം ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ചത്. PSLVയുടെ 60ാം ദൗത്യമായ PSLV C-58 വിക്ഷേപിച്ചത് 2024 ജനുവരി 1-നാണ്. അടുത്ത ചോദ്യം നോക്കാം. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് 2022 ഏറ്റവും മികച്ച പ്രകടനത്തിനുള്ള
പുരസ്കാരം സ്വന്തമാക്കിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടാത്തത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, മഹാരാഷ്ട്ര. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് 2022 ഏറ്റവും മികച്ച പ്രകടനത്തിലുള്ള പുരസ്കാരം സ്വന്തമാക്കിയ സംസ്ഥാനങ്ങളാണ് കർണാടക, തമിഴ്നാട്, കേരളം എന്നിവ. അതിൽ മഹാരാഷ്ട്ര ഉൾപ്പെടുന്നില്ല. കേന്ദ്ര വാണിജ്യ മന്ത്രാലയവും സ്റ്റാർട്ടപ്പ് ഇന്ത്യയും സംയുക്തമായി ഏർപ്പെടുത്തിയ ദേശീയ സ്റ്റാർട്ടപ്പ് റാങ്കിംഗ് 2022 ഏറ്റവും മികച്ച പ്രകടനത്തിലുള്ള പുരസ്കാരം സ്വന്തമാക്കിയ സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നതാണ് കർണാടക, തമിഴ്നാട്, കേരളം. അടുത്ത ചോദ്യം നോക്കാം. തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി ആണ്, കെ സ്മാർട്ട്. തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാർ പദ്ധതിയാണ് കെ സ്മാർട്ട്. കെ സ്മാർട്ട് എന്നത് തദ്ദേശ സ്ഥാപനങ്ങൾ വഴിയുള്ള സേവനങ്ങൾ ഓൺലൈനായി ലഭ്യമാക്കുന്ന സംസ്ഥാന സർക്കാരിൻ്റെ പദ്ധതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. രേവന്ത് റെഡ്ഡി ഇന്ത്യയിലെ ഏതു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, തെലങ്കാന. രേവന്ത് റെഡ്ഡി തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ്. തെലങ്കാനയുടെ മുഖ്യമന്ത്രിയാണ് രേവന്ത് റെഡ്ഡി. അടുത്ത ചോദ്യം നോക്കാം. കോപ്പ് ഇന്ത്യ 23 ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ള വ്യോമാഭ്യാസമാണ്? ഉത്തരം ഓപ്ഷൻ എ ആണ്, ഇന്ത്യ അമേരിക്ക. ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ് കോപ്പ് ഇന്ത്യ 23. കോപ്പ് ഇന്ത്യ 23 എന്നുള്ളത് ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യോമാഭ്യാസമാണ്. അടുത്ത ചോദ്യം. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധന? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, ഓപ്പറേഷൻ ഫോസ്കോസ്. ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി നടത്തിയ പരിശോധനയാണ് ഓപ്പറേഷൻ ഫോസ്കോസ്. അപ്പോൾ ഓപ്പറേഷൻ ഫോസ്കോസ് നടത്തിയ ഭക്ഷ്യസുരക്ഷാ വകുപ്പിൻ്റെ നേതൃത്വത്തിലാണ് ലൈസൻസ് ഇല്ലാതെ പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളെ കണ്ടെത്താൻ വേണ്ടിയാണ് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഓപ്പറേഷൻ ഫോസ്കോസ് നടത്തിയത്. അടുത്ത ചോദ്യം നോക്കാം. 2023-2024 വർഷത്തെ സ്കൂൾ കായികമേളയ്ക്ക് വേദിയായ ജില്ല? ഉത്തരം ഓപ്ഷൻ എ ആണ്, തൃശ്ശൂർ. തൃശ്ശൂർ ജില്ലയായിരുന്നു 2023-2024 വർഷത്തെ സ്കൂൾ കായികമേളയുടെ വേദി. 2023-2024 വർഷത്തെ സ്കൂൾ കായികമേളയുടെ വേദി തൃശ്ശൂരായിരുന്നു. അടുത്ത ചോദ്യം നോക്കാം. G20 ഇന്ത്യൻ ഷെർപ്പയായ ഉദ്യോഗസ്ഥൻ? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അമിതാഭ് കാന്ത്. അമിതാഭ് കാന്ത് ആയിരുന്നു G20 ഇന്ത്യൻ ഷെർപ്പയായ ഉദ്യോഗസ്ഥൻ. G20 ഇന്ത്യൻ ഷെർപ്പയായ ഉദ്യോഗസ്ഥൻ അമിതാഭ് കാന്ത് ആയിരുന്നു. അമിതാഭ് കാന്താണ് G20 ഇന്ത്യൻ ഷെർപ്പയായ ഉദ്യോഗസ്ഥൻ. 17ാമത്തെ ചോദ്യം നോക്കാം. ചന്ദ്രയാൻ 3 പ്രൊജക്റ്റ് ഡയറക്ടർ ആരാണ്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, വീരമുത്തുവേൽ. വീരമുത്തുവേലാണ് ചന്ദ്രയാൻ 3 പ്രൊജക്റ്റ് ഡയറക്ടർ. ചന്ദ്രയാൻ 3 പ്രൊജക്റ്റ് ഡയറക്ടർ വീരമുത്തുവേലാണ്. അടുത്ത ചോദ്യത്തിലേക്ക് കടക്കാം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതി? ഉത്തരം ഓപ്ഷൻ സി ആണ്, സുജലം. ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ് സുജലം. സുജലം പദ്ധതി എന്നത് ഭക്ഷ്യ പൊതുവിതരണ വകുപ്പിൻ്റെ ആഭിമുഖ്യത്തിൽ ജലവിഭവ വകുപ്പിൻ്റെ സഹകരണത്തോടെ കുറഞ്ഞ നിരക്കിൽ സംസ്ഥാനത്തെ റേഷൻ കടകളിലൂടെ കുടിവെള്ളം ലഭ്യമാക്കുന്ന പദ്ധതിയാണ്. അടുത്ത ചോദ്യം നോക്കാം. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്? ഉത്തരം ഓപ്ഷൻ ഡി ആണ്, PN ഗോപികൃഷ്ണൻ. ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത് PN ഗോപികൃഷ്ണനാണ്. PN ഗോപികൃഷ്ണനാണ് ഗുരുവായൂരപ്പൻ ട്രസ്റ്റിൻ്റെ 2023 ഓടക്കുഴൽ പുരസ്കാരത്തിന് അർഹനായത്. അടുത്ത ചോദ്യം നോക്കാം.
2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം? ഉത്തരം ഓപ്ഷൻ ബി ആണ്, അടൽ സേതു. അടൽ സേതു ആണ് 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം. 2024 ജനുവരിയിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉദ്ഘാടനം ചെയ്ത രാജ്യത്തെ ഏറ്റവും നീളം കൂടിയ കടൽപ്പാലം അടൽ സേതു ആണ്. ഇന്നത്തെ വീഡിയോ ഇവിടെ തീരുകയാണ്. താങ്ക് യു ഓൾ.